പാതിരാത്രിയിൽ ആര്യൻ ഷാനവാസിൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് ഉന്തും തള്ളും ബഹളവും എല്ലാം ഉണ്ടായി. ആര്യനാണ് ആദ്യം ഷാനവാസിനെ ഉന്തുന്നത്. ഷാനവാസ് അതിൻ്റെ ഇരട്ടി പവറിൽ ആര്യനെയും തിരിച്ചുന്തുന്നുണ്ട്. ഏറ്റവും അവസാനം പ്രശ്നം വലുതായപ്പോൾ ബിഗ് ബോസ് തന്നെ എല്ലാവരോടും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറയുന്നു. ലൈറ്റ്സ് ഓഫിനൊക്കെ ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ബിഗ് ബോസ് സീസൺ 7 ഇത് രണ്ടാമത്തെ തവണയാണ് ലൈറ്റ്സ് ഓഫിന് ശേഷം വളരെ വലിയ പ്രശ്നമുണ്ടാവുകയും ലിവിങ് ഏരിയയിൽ പാതിരാത്രിയിൽ തന്നെ വിളിച്ചിരുത്തുന്നതും. ഇത് വെറുതെ അനാവശ്യമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. വീട്ടിലേക്ക് ഇന്നലെ കയറിയ സാബുമോൻ ഉണ്ടാക്കിയ ചെറിയൊരു കുത്തിത്തിരിപ്പിൽ നിന്ന് ആര്യനും ഷാനവാസും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിനിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആര്യൻ ഷാനവാസിൻ്റെ അമ്മയ്ക്ക് വിളിച്ചതായിട്ട് ഷാനവാസിന് തോന്നിയത്. ഷാനവാസിനും ഉറപ്പൊന്നുമില്ല. പക്ഷേ ഷാനവാസ് അങ്ങ് കയർത്തങ്ങ് കയറുന്നുണ്ട്. നീ എൻ്റെ അമ്മയ്ക്കെങ്ങാനും വിളിച്ചായിരുന്നെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കിയേനെ എന്നൊക്കെ ഷാനവാസ് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ വിളിച്ചെന്ന് ഉറപ്പൊന്നുമില്ല. അതുതന്നെയാണ് ആര്യൻ പറയുന്നത്. ഞാൻ വിളിച്ചിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണെന്ന് ആര്യൻ പറയുന്നുണ്ട്. ഷാനവാസും വിളിച്ചതായിട്ട് കേട്ടൊന്നുമില്ല. പക്ഷേ ആര്യനോടൊന്ന് ദേഷ്യപ്പെടണമെന്ന് ഷാനവാസിന് നേരത്തെ ഒരു മുൻവിധി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആ കഴിഞ്ഞ ഒരു ടാസ്കിൽ സാബുമാൻ വീട്ടിലേക്ക് എൻട്രി നടത്തിയ ഒരു ടാസ്കിൽ ഷാനവാസ് ചെറുതായിട്ട് കുളമാക്കിയതുപോലെ എല്ലാവരും ഷാനവാസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് ആര്യനോട് ഷാനവാസിന് ഉള്ളതുപോലെ എനിക്ക് തോന്നി. ആര്യൻ ആ ഒരു ഷാനവാസിനായിട്ടുള്ള വിഷയത്തിന് ശേഷം ആര്യൻ അത് തന്നെ പറയുന്നുണ്ട്. ഇതിങ്ങനെ ടാസ്ക് തോറ്റതിൻ്റെ ഉള്ളൊരു പ്രതികാരമായിട്ട് ചുമ്മാ ദേഷ്യപ്പെടുന്നതാണ് എന്ന് ആര്യൻ അതിൽ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യസമയത്ത് അവിടെ പിടിച്ചു മാറ്റാൻ ആളുകൾ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. ഷാനവാസാണ് ആര്യൻ്റെ അടുത്ത് പറഞ്ഞാൽ അടിക്കടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അബദ്ധമൊന്നും കാണിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ ഉന്തും തള്ളു ബഹളം ഉണ്ടായി. പക്ഷേ കയ്യാങ്കളിയിലേക്ക് പോകുന്നതിന് മുൻപേ ബിഗ് ബോസും അവിടെയുള്ള ആളുകളും ഇടപെട്ടത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആ പ്രശ്നം അങ്ങ് ഒതുക്കി തീർത്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഇന്ന് സംഭവിക്കുമെന്നറിയില്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.